അപ്പോൾ അക്ഷരനഗരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അക്ഷരനഗരിയിലേക്കാണ് കടക്കുന്നത്. KSRTC ബസ് നമുക്ക് മുന്നേ പോകുന്നുണ്ട്. ഇതാണ് പുളിമൂട് ജംഗ്ഷൻ. ജംഗ്ഷൻ ഇവിടുന്ന് KSRTC ബസ് എല്ലാം മേളിലോട്ട് പോകുമേ, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകും. അങ്ങനെയാണ് ഇനി നമ്മൾ ചെല്ലുന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുനക്കരയിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. കോട്ടയത്തിൻ്റെ സെൻട്രൽ പാർട്ടിലുള്ള, ടൗണിൻ്റെ സെൻട്രൽ പാർട്ടിലുള്ള ഒരു അമ്പലവും അതിനോട് ചുറ്റുമുള്ള കുറച്ച് സ്ഥലങ്ങളുമാണ്. തിരുനക്കര അമ്പലം, തിരുനക്കര മൈതാനം. ഇത് തിരുനക്കര മൈതാനമാണ്. പകൽ സമയങ്ങളിൽ ഇവിടെ നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള അനുവാദമുണ്ട്. കൂടാതെ പരിപാടികളൊക്കെ, എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസൊക്കെ ഇവിടെ വെച്ചാണ് നടത്തുന്ന പൊതു പരിപാടികളൊക്കെ. ഇനി നമ്മൾ പോകുന്നത്, ഇത് പഴയ പ്രൈവറ്റ് സ്റ്റാൻഡാണിത്. പഴയ പ്രൈവറ്റ് സ്റ്റാൻഡാണ്. ഇപ്പം അവിടെ അതെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് ഇത്രയൊക്കെ ഉള്ളു ഇവിടെ. ഇതാണ് പ്രൈവറ്റ് സ്റ്റാൻഡ് ഇപ്പം. ഇനി നമ്മൾ ചെല്ലുന്നത് തിരുനക്കര അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്കാണ്. ഇതാണ് തിരുനക്കര അമ്പലം. ഇതാണ് കോട്ടയത്തില് കാണാൻ ഇതൊക്കെ ഉള്ളു. കോട്ടയത്തില് ടൗണില് ഇതാണ് തിരുനക്കര അമ്പലം. മക്കളും പോയതിനുള്ളൊക്കെ എടുത്തു. തിരുനക്കര അമ്പലത്തിൽ നിന്ന് നമ്മൾ പോകുന്നത് നേരെ നമ്മുടെ കോട്ടയം ടൗണിനകത്തോട്ടാണ്. ആ ടൗണിലാണ് നമ്മുടെ പടവലവും പാവലും ഒക്കെ ഇടുന്ന ആകാശപാത. വളരെ ബ്യൂട്ടിഫുൾ ആയ ആകാശപാത ഗവൺമെന്റിന്റെ ഫുൾ ചെലവില് പണിഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ തിരുനക്കര അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നേരെ നമ്മൾ ടൗണിൻ്റെ ഹൃദയഭാഗത്തോട്ട് അവിടെയാണ് ആകാശപാത. എല്ലാവരും ന്യൂസിലൊക്കെ കാണുന്ന ആകാശപാതയില്ലേ, ഇതാ. എന്തിനോ എന്തോ എനിവേ അവിടെ ഉണ്ട്. ഇത് മനോഹരമായിട്ട് അവിടെ നിൽപ്പുണ്ട്. ഒരു ഉപകാരമില്ല.